കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ ആലോചിക്കും ഗാർഡനിൽ ഇന്ന് എന്ത് പരിപാടിയാണ് നടത്തേണ്ടതെന്ന്. അങ്ങനെ മനസ്സിലൊരു കാര്യം പ്ലാൻ ചെയ്തിട്ട് നേരെ ചെടികളുടെ അടുത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടേ. എല്ലാം ഇന്ന് വെട്ടി നിരത്താൻ പോവുകയാണേ. വെട്ടി നിരത്താമെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പോവുക. നമ്മൾ ആ ഒരു ബോർഡിൽ കേക്കിൻ്റെ ആ ഒരു ബോർഡിൽ ചെയ്താൽ അത് താഴെ പോയി കേട്ടോ. പിന്നെ അത് മഴയൊക്കെ നനഞ്ഞതിൻ്റെ കളറ് ഫുള്ള് പോയി. പിന്നെ അതെങ്ങനെയോ പിള്ളേർ കളിച്ചപ്പോഴോ എങ്ങനെയോ താഴെ വീണ് പോയി. പിന്നെ ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റി കേട്ടോ. ഈ ബോർഡർ ഗ്രാസ് കാണുമ്പോൾ എനിക്ക് എല്ലായിടത്തും ഇതേമാതിരി തന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുവേ. കാരണം അത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴേ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ആ ഒരു ഐഡിയയിൽ തന്നെ അങ്ങനെ വെച്ചതാണ്. അതൊക്കെ നന്നായിട്ടൊക്കെ നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ഏരിയ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. വൃത്തിയാക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അറേഞ്ച്മെൻറ്റ്സ് ഒന്നുമല്ല, എന്നാലും കുറച്ചുണ്ട് ചെയ്യാൻ. ഈ ബൊഗൈൻവില്ല കട്ട് ചെയ്തത് അബദ്ധമായോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും അങ്ങനെ തന്നെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിലൊരു കുഞ്ഞുമുളപ്പോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അതുപോലെ നമ്മുടെ ഉള്ളിത്തണ്ടൊക്കെ ഇന്ന് ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്ന ആ ദിവസം ഉള്ളിത്തണ്ടൊക്കെ എടുത്തിരുന്നു കേട്ടോ. എടുത്തു നമ്മൾ തോരനൊക്കെ വെച്ചു. വേണ്ട അതുപോലെ തന്നെ 10 മണി ഉള്ളത് അതുമൊക്കെ ഒന്ന് കട്ട് ചെയ്തു. കാരണം അത് വല്ലാണ്ട് ബോറായിട്ട് നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ മേൾഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മെയിൻ താരം എന്ന് പറയുന്നത് നമ്മുടെ ലക്കി ബാമ്പു ആണ് കേട്ടോ. ഒരു 3 ടൈപ്പിലെ ലക്കി ബാമ്പു ഉണ്ട്. 3 ടൈപ്പ് എന്ന് വെച്ചാൽ ഒരെണ്ണം ഒരു വൈറ്റ് കൂടിയ ഈ ഒരു കളറിലെ ഇലയിൽ വേറെ ഡിസൈനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരെണ്ണം. പിന്നെ അതിൽ കൂടെ ഒരു കറുപ്പല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളർ പോകുന്നത്. പിന്നെ കുറച്ച് വൈറ്റ് കൂടി, അങ്ങനെ ഒരു 3 ടൈപ്പാണ് കയ്യിലുള്ളത്. ഞാൻ അതിൽ ഈ ഗ്രീൻ തന്നെയായിട്ടുള്ളത് കുറച്ച് ഒടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ലീഫുകളെല്ലാം കുറേ ലീഫ് അടർത്തി കഴിയുമ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിൽ കിട്ടുമല്ലോ. എന്നിട്ട് മുകളിൽ കുറച്ച് ലീഫോടെ വെച്ചിട്ടാണ് ഞാൻ അവിടെ കുഴിച്ച് വെക്കാമെന്ന് ഓർത്തത്. പിന്നെ അതിലും നല്ലത് അങ്ങനെ ഇല്ലാതെ ഞാൻ തോന്നിയിട്ട് അതിൻ്റെ ബാക്കി ഇലയും കൂടെ കളഞ്ഞിട്ട് ഞാനവിടെ ഒരു വേലിയൊക്കെ പോലെ ഇങ്ങനെ വരില്ലേ, അപ്പോൾ ആ ഒരു ഭാഗം കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഈ ലക്കി ബാമ്പ് നിൽക്കുന്നതിൻ്റെ ആ ഒരു ഏരിയ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വേലി പോലെ വെച്ചു. അപ്പോൾ ശരിക്കും ഈ മുള കൊണ്ട് നമ്മൾ ഇതിങ്ങനെ വെക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബോർഡർ ഗ്രാസ് കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ചോദിച്ചോട്ടെ ഇത് എവിടെ നിന്ന് അമ്മയെ മുള കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ശരിക്കും അങ്ങനെ തന്നെ തോന്നൂല അതിൻ്റെ ആ ലീഫെല്ലാം കളയുമ്പോഴത്തേന്. അങ്ങനെ ഓരോ അറ്റം തൊട്ട് നമ്മളിങ്ങനെ റെഡിയാക്കിക്കൊണ്ട് വരുവാണേ. അപ്പോൾ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ചും കൂടെ അടുത്തായിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരുന്നു തോന്നി. പിന്നെ ഞാനെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് പിന്നെ മാറ്റിയില്ല. ഇനി നമുക്ക് ഗാർഡൻ്റെ വേറെ കുറച്ച് ഏരിയയൊക്കെ റെഡിയാക്കാനുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.